إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ജീവിതത്തിൽ പലപ്പോഴും വളരെ ജാഗ്രതയോടെ കാണേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. അത്തരം മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ വംശനാശത്തിലേക്കാണ് പോകുക എന്ന ബോധ്യം ഉള്ളവരാണ് നമ്മളൊക്കെയും. അതുകൊണ്ടുതന്നെ ജാഗരൂകരാകണം, ശ്രദ്ധിക്കണം എന്ന് ഏത് വിഷയത്തെക്കുറിച്ച് കേട്ടാലും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്കൊരു ശ്രദ്ധയും ഗൗരവവും ഉണ്ടാകാറുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ജാഗ്രത കൈകൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത് കാണാം. അതിലൊന്നാണ് വഅത്വീഉല്ലാഹ വഅത്വീഉർ റസൂല വഹ്ദറു. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അവന്റെ ദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. വഹ്ദറു, അവർക്ക് എതിരാകുന്നത് നിങ്ങൾ ജാഗ്രതയോടെ കാണുകയും ചെയ്യുക. നാസിറു സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് വഹ്ദറു മിൻ മഅസിയത്തില്ലാഹി വ മഅസിയത്തി റസൂലിഹി. അല്ലാഹുവിനും അവന്റെ ദൂതനും എതിര് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഗൗരവത്തോടെ കാണണം. ഫഇന്ന ഫീ ദാലിക അശ്ശർറു വൽ ഖുസ്റാനുൽ മുബീൻ. അതിലാണ് എല്ലാ ഷർറും എല്ലാ പരാജയവും അടങ്ങിയിട്ടുള്ളത് എന്നാണ്. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിച്ചും റസൂലിനെ അനുസരിച്ചും ജീവിക്കുക എന്നത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനും റസൂലിനും എതിരാകുന്ന പ്രവർത്തനങ്ങൾ അത് ബോധപൂർവം ഒരു നിമിഷ നേരം പോലും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊരിക്കൽ ഒരു പട്ടുവസ്ത്രം സമ്മാനമായി ലഭിച്ചു. ആ വസ്ത്രം ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. പക്ഷെ ആ നമസ്കാരത്തിൽ റസൂലുള്ളാഹിക്ക് തോന്നി ഇത് പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കപ്പെട്ട പട്ടുവസ്ത്രമാണല്ലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഫനസഅഹു നസ്അൻ ശദീദൻ കൽ കാരിഹി ലഹു. ആ വസ്ത്രത്തോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംബഗി ഹാദാ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ചേർന്നതല്ല ഇത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് എത്രമാത്രം ശ്രദ്ധിച്ചു എന്നതാണ് ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, ഒരു സ്ത്രീ വന്ന് റസൂലുള്ളയോട്, എനിക്ക് അപസ്മാര രോഗമുണ്ട്, ഞാൻ ചിലപ്പോൾ ബോധം കെട്ട് വീണുകിടക്കുന്ന അവസ്ഥ വരാറുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞത്, ഇസ്ബിരി ഫഇന്ന ലക്കി അൽ ജന്ന, ഈ രോഗം നിമിത്തം നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്, നീ ക്ഷമിച്ചോ. ആ സ്വഹാബ വനിത പറഞ്ഞത്, അസ്ബിർ, ഞാൻ ക്ഷമിക്കാം, എനിക്ക് സ്വർഗമുണ്ടല്ലോ. വലാകിന്നി അതകശഫു ഫദ്ഉല്ലാഹ അല്ലാ അതകശഫ, ഞാൻ അബോധാവസ്ഥയിൽ കഴിയുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നീങ്ങി എന്റെ ഔറത്ത് കാണാൻ ഇടവരാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഫദഅ ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. തന്റെ അബോധാവസ്ഥയിൽ പോലും തന്റെ നഗ്നഭാഗം മറ്റൊരാൾ കാണാൻ ഇടവരരുതെന്ന് എന്ന ആ ശ്രദ്ധ, അതാണ് സത്യവിശ്വാസിയുടെ ജീവിതം. നാം ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ജാഗ്രതയോടെ കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനും റസൂലിനും എതിരാകാത്ത ഒരു ജീവിതം. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ആ റസൂലുള്ളാഹിയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുന്നത് ഫൽയഹ്ദർ, നിങ്ങൾ ജാഗ്രതയോടെ കാണണമെന്നാണ്. അങ്ങനെ എതിരാകുന്ന പക്ഷം അൻ തുസീബഹും ഫിത്ന, നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് വെച്ച് വല്ല കുഴപ്പവും പരീക്ഷണവും നേരിടേണ്ടി വരും. ഔ യുസീബഹും അദാബുൻ അലീം, കഠോരമായ ശിക്ഷ പരലോകത്ത് ഏൽക്കേണ്ടി വരും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില അതിർവരമ്പുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കാനുള്ള അനുവാദം നമുക്ക് ഒരു സന്ദർഭത്തിലും അള്ളാഹു അനുവദിച്ചിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആനിൽ തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹു നിശ്ചയിച്ച നിയമത്തിന്റെ വഴികളാണ്, അതിർവരമ്പുകളാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അളീം. ആ അതിർവരമ്പുകൾ പാലിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിനെയും തന്റെ റസൂലിനെയും അനുസരിച്ചാണ് ആരെങ്കിലും ജീവിക്കുന്നതെങ്കിൽ അവർക്ക് താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുണ്ട്. അത് നേടലാണ് ജീവിതത്തിലെ വമ്പിച്ച വിജയം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അതല്ല, വമൻ യഅ്സില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനോടും ധിക്കാരം കാണിച്ച് അള്ളാഹു വച്ച ആ അതിർവരമ്പുകളെ ലംഘിക്കുകയാണെങ്കിൽ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, അത്തരക്കാർക്കാണ് നിന്ദ്യമായ നരകശിക്ഷയുള്ളത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൻ നിസായിലാണ് ഈ 2 വചനങ്ങളുള്ളത്. ഈ 2 വചനങ്ങളെ പഠനവിധേയമാക്കി പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം 3 കാര്യങ്ങൾ പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും അകന്നു പോകുക എന്നത് നാം ഏറെ ജാഗ്രതയോടെ കാണണം. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന അള്ളാഹുവിനെ ഓർക്കാനാണ് നമ്മുടെ ഈ ജീവിതം. അവനെ പ്രകീർത്തിക്കാനാണ് അള്ളാഹു ജീവിതം നൽകിയത്. അതിൽ നിന്നും മരണമുണ്ട്, മരണശേഷം ജീവിതമുണ്ട് എന്ന ആ ചിന്തയിൽ നിന്ന് നമ്മൾ അകലാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ വിളിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളുടെ സമ്പത്തും സൗകര്യങ്ങളും നിങ്ങളുടെ മക്കളും
അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അവരാണ് നഷ്ടം പറ്റിയവർ, പരാജയപ്പെട്ടവർ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. അങ്ങനെ അള്ളാഹുവിനെ മറന്നു ജീവിച്ചാൽ വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹനെ വിട്ടാൽ പകരം അവിടെ ഉണ്ടാകുക പിശാചാണ്. ആ പിശാചായിരിക്കും പിന്നെ അവനെ നിയന്ത്രിക്കുക. അവൻ എന്ത് കാണണം, എന്ത് കേൾക്കണം, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ഉടുക്കണം, ഏത് സംസ്കാരം സ്വീകരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പിശാചിന്റെ ബോധനം അവന് കിട്ടും. അങ്ങനെ ആ പിശാചിന്റെ പിന്നാലെ പോയാലോ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീൽ. അല്ലാഹു നൽകിയ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ആ പിശാചുക്കളാണ് അവരെ തെറ്റിച്ചുവിടുക. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. തെറ്റായ മാർഗത്തിൽ ജീവിക്കുന്ന എല്ലാവരും എക്കാലത്തും വിചാരിച്ചത് ഞങ്ങൾ ശരിയുടെ പക്ഷത്താണെന്നാണ്, ഞങ്ങൾ തന്നെയാണ് ഹിദായത്തിലെന്നാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അത് പിശാചുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഹത്താ ഇദാ ജാഅനാ ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിഅസൽ ഖരീൻ. അങ്ങനെ പരലോകത്തെത്തുമ്പോ തന്നെ വഴിപിഴപ്പിച്ച് അള്ളാഹുവിൽ നിന്ന് അകറ്റി നരകത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചവരെ കാണുമ്പോ ഞാനും നീയും തമ്മിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്നവൻ അവിടെ വെച്ച് കൊതിച്ചു പോകുമെന്നാണ്. ഫബിഅസൽ ഖരീൻ. അത്തരം കൂട്ടുകാർ എത്രമാത്രം ചീത്തയാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കും തന്റെ ഈ ജീവിതത്തിനുമിടയിൽ അള്ളാഹു ഉണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നോക്കൂ നിങ്ങൾ, അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് സദാസമയം ഓർത്തുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വല്ല പ്രയാസവും നേരിടേണ്ടി വന്നാൽ, ഏതെങ്കിലും നിലക്കുള്ള പ്രയാസം തോന്നിയാൽ, തന്റെ അനുചരന്മാർ അവർക്കെന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് തോന്നിയാൽ അപ്പ റസൂലുള്ള പറഞ്ഞിരുന്നത് അല്ലാഹുമ്മ ലാ ഐഷ ഇല്ല ഐഷുൽ ആഖിറ എന്നായിരുന്നു. അല്ലാഹുവേ, യഥാർത്ഥ ജീവിതം പരലോകത്ത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ ചിന്തയോടെ ഈ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ ഒന്നുമല്ല, ഈ പരീക്ഷണം ഒന്നുമല്ല എന്ന് ചിന്തിക്കാൻ അതവർക്ക് പ്രചോദനമായി. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും നമ്മൾ അകലാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ എപ്പോഴും നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളും കർമ്മങ്ങളും കുറഞ്ഞു പോകുന്നുവോ എന്ന ഭയം നമുക്കുണ്ടാവണം. ഓരോ ദിവസത്തെ കർമ്മങ്ങൾ എടുക്കുക. ഒരു പ്രഭാതം മുതൽ അടുത്ത പ്രഭാതം വരെ ചെയ്യുന്ന, ചിന്തിക്കുന്ന, ഏർപ്പെടുന്ന ഓരോന്നെടുക്കുക. ഇതെന്നെ നരകത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്, അതല്ല സ്വർഗത്തിലേക്കാണോ എന്നെ അടുപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ജീവിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. റസൂലുള്ളാഹിയുടെ അടുത്ത് സ്വഹാബികൾ പലപ്പോഴും പലതും ചോദിച്ചു വരും. കാര്യമായി അവർ ചോദിച്ചിരുന്നത് അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി അനിന്നാർ. റസൂലേ, എനിക്കൊരു കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരൂ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന കർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ സ്വഹാബിമാർ പലപ്പോഴും വന്നിരുന്നത്. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ സ്വർഗത്തിലേക്കാണോ ഞാൻ അടുക്കുന്നത്, അതല്ല നരകത്തിലേക്കാണോ എന്നെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്ന ആ ബോധം നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താൻ. മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ എത്ര ചെറുതാവട്ടെ, എത്ര കുറഞ്ഞതാവട്ടെ, അത് നിഷ്ഫലമായി പോകുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. സത്യവിശ്വാസികളെ വിളിച്ചാണ് അള്ളാഹ് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുക, റസൂലിനനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി പോകരുത്. ഇന്ന് അള്ളാഹുവിനെയും റസൂലിനെയും വിട്ട് മുസ്ലിം നാമമുള്ള പലരും എത്തിപ്പെടുന്നത് എല്ലാ കെട്ട ദുഷിച്ച സംസ്കാരങ്ങൾക്ക് പിന്നെയാണ്. നമ്മൾ അതിങ്ങനെ കാണുകയാണ്. ഓരോരുത്തരെ വേഷം കണ്ടാൽ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ വേഷം കെട്ട സംസ്കാരത്തിന്റെ വേഷമായി മാറിയിട്ടുണ്ട്. രക്ഷിതാക്കൾ ജാഗ്രത വേണം. പാന്റും ടീഷർട്ടും ഇട്ട് മുസ്ലിം പെൺകുട്ടികൾ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, കുറച്ചെങ്കിലും നിസ്കാരമുള്ളവർ അതേപോലെ പള്ളിയിലേക്ക് വരുന്ന അവസ്ഥ കാണാറുണ്ട്. അങ്ങനെ നമസ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു ചാൺ നമ്മുടെ തലയിൽ നിന്ന് ആ നിസ്കാരം അള്ളാഹുലേക്ക് ഉയരൂല. ഒരു സംശയം വേണ്ട.
അതങ്ങനെ തന്നെ പറയാം. ഇസ്ലാമിന്റെ ശരിയായ വേഷം ധരിച്ചുള്ള നടപ്പും രീതിയും അതിന്റെ കൂടെ നിസ്കാരം ഉണ്ടെങ്കിലേ അള്ളാഹ്ക്ക് വേണ്ടതുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എല്ലാ സംസ്കാരങ്ങളുടെ പിന്നാലെ പോകേണ്ടവരല്ല. ഇപ്പൊ നമ്മള് നിലവിളക്കിന്റെ സംസ്കാരം ഇടക്കിടക്ക് കേരളത്തിൽ കേൾക്കാറുണ്ട്. അവര് കൊളുത്തി ഇവര് കൊളുത്തി. ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് നിലവിളക്ക് വരൂല. എന്നിട്ട് അതിന് പുരോഹിതന്മാർ ന്യായീകരിക്കുക. എന്താ ന്യായീകരണം? വെളിച്ചം കിട്ടാനാണോ ആചാരമാണോ? വെളിച്ചം കിട്ടാനാണെങ്കിൽ കുഴപ്പമില്ല, ആചാരമാണോ മുസ്ലിമിന് പാടില്ല. നിലവിളക്ക് എന്നത് വെളിച്ചത്തിന് വെക്കുന്നത് ആരാ നാട്ടിലുള്ളത്? അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിമിന് സ്വീകരിക്കാൻ പാടില്ലാത്ത തെറ്റായ ശിർക്കിന്റെയും കുഫറിന്റെയും ഭാഗമായി നടപ്പിലാക്കുന്നതാ നിലവിളക്ക് കത്തിക്കൽ. ഒരു മുസ്ലിം അത് വിളക്കിന് വേണ്ടി ഉപയോഗിക്കാറില്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. കാരണം എന്താ? ഓടുന്നവരോടൊപ്പം ഓടുക. അവർക്കെതിരെ ഓടാൻ പണ്ഡിതന്മാർക്ക് പോലും കഴിയുന്നില്ല. തെറ്റാണ് ചെയ്തത്, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ വരാം. അതിലൂടെ സംഭവിക്കുന്നത് എന്താ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമൂഹത്തോട് ആരെങ്കിലും അവരുടെ സംസ്കാരങ്ങളോട് ആചാരങ്ങളോട് സാദൃശ്യരായാൽ അവരിൽ പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, കളിയും വിനോദവുമൊക്കെ ഇസ്ലാമിൽ അനുവാദമുണ്ട്. ശാരീരിക വ്യായാമത്തിന് കളിക്കാം, വിനോദങ്ങളിൽ ഏർപ്പെടാം. മാനസിക ഉല്ലാസത്തിന് പറ്റിയ കളികളും വിനോദവും അതൊന്നും ഹറാമല്ല. ഫുട്ബോൾ കാണലും കളിക്കലും ഹറാമാണോ എന്ന് ചോദിച്ചാൽ ഹറാം എന്ന് ഒരു മുസ്ലിമും പറയൂല. പക്ഷെ അത് ഹറാമിലേക്ക് എത്തിക്കുന്ന പ്രവണതകൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. അതെപ്പോഴാണ് ഉണ്ടാവുക? ഇബാദത്തുകൾ, അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഇബാദത്തുകൾ സമയനിഷ്ഠയോടെ നിർവഹിക്കുന്നതിൽ നിന്ന് ഏത് കളിയും നമ്മെ തടുക്കുന്നുവോ അത് തെറ്റാണ്. അതപ്പം നിഷിദ്ധമാകും. ഏറ്റെടുത്ത അമാനത്തുകൾ നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കളിയിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നമ്മളെ അകറ്റുന്നുവെങ്കിൽ ആ കളി നമുക്ക് നിഷിദ്ധമാകും. സമയനഷ്ടവും ധനനഷ്ടവും കളികളിലൂടെ കാര്യമായി ഇന്ന് സംഭവിക്കുകയാണ്. പണം ദൂർത്തടിക്കുക. 400 അടി ഫ്ലക്സാണ് ഒരു ടീം വെച്ചതെങ്കിൽ അപ്പുറത്ത് 700 അടിയാണ്, 600 അടിയാണ്. ഇതിനൊക്കെ എത്ര പണം ചെലവഴിക്കുന്നത്? ഈ പണം ചെലവഴിച്ചത് റബ്ബിന്റെ കോടതിയിൽ ആര് മറുപടി നൽകും? സഹോദരന്മാരെ, ഒരു ഡയാലിസിസ് കഴിഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണം ദൂർത്തടിക്കുന്നവർ ശ്രദ്ധിക്കണം. കിഡ്നി പോയാൽ ജീവനം തന്നെ പോയി. ഒരു ഡയാലിസിസ് കഴിഞ്ഞ് അടുത്ത ഡയാലിസിന് എവിടെ പണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പാവപ്പെട്ട കിഡ്നി രോഗികളുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവർക്ക് കൊടുത്താൽ ആ മെഷീനുകളിലെങ്കിലും അവർക്ക് ജീവിതം നയിക്കാം. അങ്ങനെ ചെലവഴിക്കേണ്ട പണമാണ് അള്ളാന്റെ മാർഗത്തിൽ ദൂർത്തടിക്കുന്നത്. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. തുറന്നു പറയണം, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. ആ പിശാചോ തന്റെ റബ്ബിനോട് നന്ദി കെട്ടുകാട് കാണിച്ച് പുറത്തിറങ്ങിയവനാണ്. ആ പിശാചിന് കൂട്ടുനിന്ന് അവനെ സഹായിക്കുന്നവരാണ് പണം ദൂർത്തടിക്കുന്നവർ. അത് ഫുട്ബോളിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും പിശാചിന്റെ മാർഗമാണ് എന്ന് തിരിച്ചറിയണം. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മളെ ഒരു വിനോദം അകറ്റുന്നുവെങ്കിൽ, ഒരു സുബ്ഹി ജമാഅത്ത് ആരോഗ്യമുള്ള ആഫിയത്തുള്ള ഒരു മുസ്ലിമായ പുരുഷൻ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോ പള്ളിയിൽ അവനെത്താൻ അവന് ഈ വിനോദങ്ങളും ഇതിന്റെ പിന്നാലെ ഓട്ടവും തടസ്സമാകുന്നതെങ്കിൽ അവനെപ്പോലെ പരാജയപ്പെട്ടവൻ മറ്റൊരാളില്ല. ഇതുപോലെ അള്ളാന്റെ ഭവനങ്ങളിലേക്ക് സുബ്ഹി ജമാഅത്തിന് വരാൻ എന്റെ ആരോഗ്യം തടസ്സമായി നിൽക്കുന്നോ? നമ്മൾ നഷ്ടപ്പെട്ടവരാണ്, പരാജയപ്പെട്ടവരാണ്. ഇതൊന്നും പറയാൻ ഞാൻ ഭയക്കാത്തത്, ഇത് പറയുന്നതിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന്, ഈ പള്ളി ഭാരവാഹികളിൽ നിന്ന് 5 കാശ് ഞാൻ വാങ്ങണില്ല. എന്റെ പ്രതിഫലം റബ്ബിന്റെ അടുത്താണ്. ഈ പണിക്ക് ഞാൻ പ്രതിഫലം വാങ്ങുന്നില്ല. എനിക്കത് ആത്മാർത്ഥമായി പറയാൻ കഴിയും. നമ്മൾ മാറി ചിന്തിക്കണം. എല്ലാ കെട്ട ദുഷിച്ച സംസ്കാരങ്ങളുടെ പിന്നാലെ മുസ്ലിം ഉമ്മത്ത് പോകുന്നത് കൂടുതൽ പരീക്ഷണങ്ങൾക്ക്, റബ്ബിന്റെ പരീക്ഷണങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് കാരണമാകുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അല്പമെങ്കിലും ഈമാൻ ഉള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കഴിഞ്ഞ കാല സമൂഹങ്ങളിൽ
സംഭവിച്ച ചില അപജയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല സമൂഹങ്ങളിൽ പലരും നശിക്കാൻ, അവർക്ക് റബ്ബിന്റെ പരീക്ഷണം ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ ലഭിക്കാൻ കാരണമായത് അവർ സ്വീകരിച്ച അത്തരം തെറ്റായ സംസ്കാരങ്ങളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു സയുസീബു ഉമ്മത്തി ദാഉൽ ഉമം, എന്റെ ഈ ഉമ്മത്തിന് കഴിഞ്ഞകാല സമൂഹങ്ങൾക്ക് സംഭവിച്ച രോഗങ്ങൾ പിടിപെടും. അവ കാലു, സ്വഹാബത്ത് ചോദിച്ചു, വമാ ദാഉൽ ഉമം, എന്താണ് അവർക്ക് സംഭവിച്ച രോഗം, അവർ നശിക്കാൻ ഇടവന്ന രോഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അശറു വൽ ബത്റു വത്തകാതുറു വത്തനാഫുസു ഫിദ്ദുനിയ വത്തബാഉദു വത്തഹാസുദു ഹത്താ യകൂനൽ ബഗ്യു സുമ്മൽ ഹർജു. അവർക്ക് സംഭവിച്ചത് അൽ അശറു വൽ ബത്വർ എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്തും അതുപോലെ ശരീരത്തിലും അള്ള കൊടുത്ത അനുഗ്രഹങ്ങൾ യഥേഷ്ടം ലഭിച്ചിട്ട് അവർ ആ അനുഗ്രഹങ്ങളിൽ ധിക്കാരം കാണിച്ചു അള്ളാഹുവിനോട്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചില്ല. നല്ല ആരോഗ്യം അവർക്ക് കൊടുത്തു, നല്ല സമ്പത്തും കൊടുത്തു, പക്ഷെ അവർ ധിക്കാരികളായി. വത്തകാസുർ അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, പരസ്പരമുള്ള പെരുമ നടിക്കൽ, നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ശ്രദ്ധ തെറ്റിച്ചിട്ടുണ്ട് ഖബർ സന്ദർശിക്കുന്നതുവരെ എന്ന അള്ളാന്റെ താക്കീത് നമ്മൾ ഓർക്കണം. ആ തകാസുർ അവർക്കുണ്ടായി. വത്തനാഫുസു ഫിദ്ദുനിയ, ദുനിയാവിൽ കിടമത്സരം നടത്തി. ഞാനോ നീയോ ഞങ്ങളോ, ആ ഗ്രൂപ്പോ ഈ ഗ്രൂപ്പോ, ആ പാർട്ടിയോ, ഓല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ, ഞങ്ങൾ ഇങ്ങനെ വെക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന തനാഫുസ്. വത്തബാഉദു, അതിന്റെ പേരിലുള്ള ബന്ധവിച്ഛേദനം, പരസ്പരമുള്ള സാഹോദര്യ ബന്ധം അകന്ന് ബന്ധവിച്ഛേദനത്തിലേക്കെത്തി. വത്തഹാസുദു, അതിന്റെ പേരിൽ പരസ്പരം അസൂയ വെച്ചു. ഹത്താ യകൂനൽ ബഗ്യു സുമ്മൽ ഹർജു, അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളും ഉണ്ടായി. അവസാനം അത് അറും കൊലയിലേക്ക് ആ സമൂഹങ്ങൾ എത്തിച്ചു. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നത് ഇത്തരം രോഗങ്ങളാണ്. കളിയുടെ പേരിലും വിനോദത്തിന്റെ പേരിലും നടക്കുന്നത് ഇതാണ്. കിടമത്സരം നടത്തുക, അനാവശ്യമായി വാക്ക് തർക്കങ്ങളും പരിഹാസവാക്കുകളും തോന്നിവാസം പറയലും പണം ചെലവഴിക്കലും, അങ്ങനെ അതിന്റെ പേരിലുള്ള ബന്ധം തകർത്ത് അവസാനം ചിലപ്പോ അസൂയ മൂത്ത് കൊലപാതകത്തിലേക്ക് വരെ പോവുക. വിശ്വാസികൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദുഷിച്ച കെട്ട സംസ്കാരത്തിന്റെ പിന്നാലെ പോകരുത് എന്ന ഒരു നസീഹത്ത് മാത്രമാണ് അല്പം ഗൗരവത്തിലാണെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, പരലോകമുണ്ടെന്ന ബോധം, മരണത്തെപ്പോലെ ഉറപ്പാണ് പരലോകമെന്ന് തിരിച്ചറിയുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على رسولنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. قوموا إلى صلاة.